പ്രൈസ് ലോർഡ്. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രമിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത വചന ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. യാക്കോബ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ ഏലിയാവിനെ അവിടെ എടുത്ത് കാണിക്കുന്നു. എന്നിട്ട് പറയുന്നു, നമ്മളെപ്പോലെയുള്ള ഒരു സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു ഏലിയാവ്. എന്നാൽ നമുക്കറിയാം, ഏലിയാവ് ഒരു വലിയ പ്രവാചകനായിരുന്നു. ദൈവത്തിൽ ആശ്രയിച്ച വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു വലിയ പ്രവാചകനാണ് ഏലിയാവ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഏലിയാവിനെ കാണുവാൻ സാധിക്കും. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നും തിശ്ബിനായ ഏലിയാവ്, അത്രയും ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഏലിയാവിനെ പറ്റി പറയുന്നുള്ളൂ. എങ്കിലും നമുക്ക് എൻ്റെ പശ്ചാത്തലം വരുമ്പോൾ, ആഹാബ് രാജാവ് ഇസബേലിനെ വിവാഹം ചെയ്തതിന് ശേഷം ബാലിൻ്റെ ദൈവങ്ങളെയും ക്ഷേത്രങ്ങളെയും ഒക്കെ പണിത്, ബലിപീഠങ്ങളൊക്കെ പണിത് അന്യ ആരാധനയിലേക്ക് ജനത്തെ മാറ്റുന്ന ഒരനുഭവത്തിലാണ് ഏലിയാവിൻ്റെ രംഗപ്രവേശനം. എന്നാൽ ഇത് കണ്ട് മനമെടുത്ത ഏലിയാവ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി ഈ ആണ്ടുകളിൽ മഴയും മഞ്ഞും പെയ്യുകയില്ല എന്ന് കൽപ്പിക്കുകയും അങ്ങനെ ദേശം കടുത്ത ക്ഷാമത്തിൽ എത്തുകയും ചെയ്യുന്നു. എന്നാൽ പിന്നീട് നമുക്ക് കാണുന്നു, ഏലിയാവിനെ പ്രാർത്ഥിച്ച് ദേശത്ത് മഴ പെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ ഇതിൻ്റെ മധ്യേ ഇസബേലിൻ്റെ പ്രവാചകന്മാരെയൊക്കെ കൊല്ലുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അതിൽ മനംനൊന്ത് ഇസബേൽ അവരിൽ ഒരാളെപ്പോലെ നിന്നെയും ആക്കുമെന്ന് ഏലിയാവിനോട് പറയുമ്പോൾ, ആ ഇസബേലിൻ്റെ ഒരു വാക്കിന് മുമ്പിൽ ഏലിയാവ് പകച്ചു പോയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മതി കർത്താവേ മതി, മരിച്ചാൽ മതി എന്ന് കർത്താവിനോട് പറയുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കും. ഇതൊരു പക്ഷേ നമ്മുടെ മാനുഷിക ജീവിതത്തിൽ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് പറയുമ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ലേ? ഒരു പ്രയാസം നേരിടുമ്പോൾ, ആരെങ്കിലും വെല്ലുവിളിക്കുമ്പോൾ, ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ, ജോലിയിലായിക്കോട്ടെ, ജീവിതത്തിലായിക്കോട്ടെ, സുവിശേഷ പ്രവർത്തനങ്ങളായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലം കടന്നു വരുമ്പോൾ, ഞാൻ ഇത്രയും ആത്മാർത്ഥമായി പ്രയത്നിച്ചിട്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇനി എന്തിനെ മതി, ഫുൾ സ്റ്റോപ്പ് ഇട്ടേക്കാം എന്ന് നാം പറയുന്ന അനുഭവങ്ങളില്ലേ? എന്നാൽ ഏലിയാവിനെ ദൈവം കണ്ടിരിക്കുന്ന ശുശ്രൂഷ അത് നിവർത്തിക്കുവാൻ വേണ്ടി ദൈവം അവനെ ബലപ്പെടുത്തുന്നതായിട്ട്, ദൈവം അവനെ അയക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ യാക്കോബ് അപ്പോസ്തലൻ ആ ഭാഗം എടുത്തിട്ട് പറയുന്നത്, നാം ഏലിയാവിനെ പോലെ ഉള്ള മനുഷ്യരാണ്. നമ്മുടെ ജീവിതത്തിലും ബലഹീനതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാം. എന്നാൽ ഏലിയാവിനെ ദൈവം ശക്തമായി വീണ്ടും ഉപയോഗിച്ചതുപോലെ നമ്മെ ഉപയോഗിക്കുവാൻ നമ്മുടെ ദൈവം മതിയായ കർത്താവാണ്. ആ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്നുവെങ്കിൽ, ആ ദൈവത്തിൽ നാം പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിൽ, ആ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നമ്മുടെ അവസ്ഥകൾക്ക് ഭേദം വരുത്തുവാൻ, നമ്മുടെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. ആ ദൈവസന്നിധിയിൽ നിന്ന് വാക്കാരം നമുക്ക് ഏൽപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്നതിൻ്റെ ജനത്തെ ഞങ്ങളുടെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏലിയാവിൻ്റെ ദൈവം ഇന്ന് ജീവിക്കുന്നതിനാൽ സ്തോത്രം. ഏലിയാവിനെ വലിയവനാക്കിയ ദൈവം, ധൈര്യപ്പെടുത്തിയ ദൈവം, ശക്തീകരിച്ച ദൈവം, അടിയങ്ങളെയും ശക്തീകരിക്കണം, ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് എടുത്തായിട്ട് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.